ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഞാനും അനിയത്തിയും അതേപോലെ കുട്ടിയും കൂടിയിട്ട് എൻ്റെ ഉമ്മാൻ്റെ വീട്ടിൽ പോകാം കേട്ടോ. അപ്പോൾ കുറച്ച് നാളിൻ്റെ ശേഷമാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു ഇഷ്ടം തോന്നുക കേട്ടോ. നമുക്കിങ്ങനെ പോകാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്നെടുത്ത ഒരു തീരുമാനം, ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാനും അനിയത്തിയും പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. സോ ബസ്സിലാണ് പോയത്. നന്ന രാവിലെ കേട്ടോ പോയത്. അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നേരെ പോയി ബസ് കയറി അവിടെ എത്തി. പിന്നെ നടന്നാട്ടോ പോയത്. അവിടുന്ന് അവിടുന്ന് ഓട്ടോറിക്ഷയ്ക്ക് പോകാനുള്ള ദൂരമൊക്കെ ഉണ്ട്. പക്ഷെ അനിയത്തി അയക്കാത്തതുകൊണ്ട് ഞങ്ങൾ നടന്ന് തന്നെ പോയി. അവൾ പറഞ്ഞു കുട്ടീനെ ഞാൻ എടുക്കുന്നുണ്ടല്ലോ പിന്നെന്താന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് സെറ്റായി നടന്നു കേട്ടോ. പിന്നെ അധികം വെയിലൊന്നും ഇല്ല ടൈമിൽ, രാവിലെ അല്ലേ. അപ്പോൾ എന്നിട്ട് കുഴപ്പമില്ലാതെ അങ്ങനെ നടന്നു പോയി കേട്ടോ. ഗ്രേസ് ഇവിടെ ഫുള്ള് ഇഞ്ഞ വീടുകളാണ്. ഒരു മനുഷ്യല്ല കേട്ടോ. ഇടിയും കറിയത്തിൻ്റെ പേടിയോ വില കണ്ടിട്ട് അവിടെ മറ്റേ വരുവാളില്ല. അത് പിന്നെ റോട്ടുമേനെ എത്താം. ഇത് ഈ കാട്ടിൽ അങ്ങനെ നടന്ന് നമ്മൾ ഏകദേശം വീടിൻ്റെ മുൻപിലെത്തി കേട്ടോ. ആ കാണുന്നതാണ് ഉമ്മാൻ്റെ വീട് കേട്ടോ. അങ്ങനെ ഇതിൻ്റെ ഫ്രണ്ടൊക്കെ നല്ല അടിപൊളിയാണ്. ഈ പാടം അതൊക്കെ ഭയങ്കര വൈബാട്ടോ അവിടെ. ഉള്ള പാടത്തെ കൂടെയും കാട്ടുകൂടെയൊക്കെ കഴിച്ച് ഞങ്ങൾ പോണത്. ഓട്ടോറിക്ഷക്കൂടി ലാഭാക്കി അല്ല കേട്ടോ. കുറച്ച് അത്യാവശ്യം അടുത്താണ് അങ്ങാടിൻ്റെ. അപ്പം പിന്നെ നടക്കാനുള്ള ദൂരം ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഇവിടുത്തെ കുളമാണ്, കുളം. അങ്ങനെ കഴിച്ച് നമ്മളവിടെ എത്തി. ഡ്രസ്സൊക്കെ മാറ്റി നമ്മൾ റെസ്റ്റിലിരിക്കുക കേട്ടോ. അങ്ങനെ ചെറുക്കതേ അങ്ങോട്ടും ഇങ്ങോട്ടും തേരപ്പര നടക്കുന്നുണ്ട്. ഉമ്മമ്മ നല്ല മുരിങ്ങ താളിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി മുരിങ്ങ താക്കുക. ഞങ്ങൾ വന്നത് അറിയാത്തതിൻ്റെ ഇത് പറയുകയാണ് കേട്ടോ. കാരണം രാത്രി വരികയാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞങ്ങൾ വിളിച്ചാതെ വന്നു കേട്ടോ. അതിൻ്റെ ഇതാണ്. അങ്ങനെ അരിമണി വറുത്തതും കട്ടച്ചായൊക്കെ കുടിച്ചു. അപ്പോൾ കഴിച്ച് നമ്മൾ നല്ലൊരു ഉറക്കം ഇറങ്ങി എണീറ്റ് കേട്ടോ. അപ്പോൾ നോക്കിയപ്പോൾ ഉണ്ട് അടുക്കളയിൽ നല്ല ബിരിയാണി പണിയും പായസപ്പണിയൊക്കെയാണ്. സോ നമുക്ക് കാണാം. അങ്ങനെ അമ്മ ഞങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ബിരിയാണിയും പായസമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. നല്ല ചാമ്പൊക്കെ ഉണ്ട് കേട്ടോ മരുത്ത്. പക്ഷെ കേടാണ് മൊത്തമെന്ന് പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവർക്ക് വലിയ ശ്രദ്ധ കൊടുത്തില്ല. എന്നാലും ചാടിക്കാനൊക്കെ നിന്നിട്ടുണ്ട് ഞങ്ങൾ. ചില ഭാഗമൊക്കെ നല്ലതൊക്കെ, ചില പുഴുവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കുറേ നേരം ഇരുന്നു അവിടെ. നല്ല ഒടുക്കത്തെ കാറ്റാട്ടോ. റബ്ബേ, വരുന്ന മയനെ കൊണ്ടുപോകും. അതൊന്നും നല്ല കാറ്റുണ്ട്. പിന്നെ കുറേ നേരം കൊലായിൽ പോയിരുന്നു കേട്ടോ. കാരണം നല്ല കാറ്റും ആ ഒരു മഴ വരുന്ന ആ ഒരു ഇതൊക്കെ ആയിരുന്നു. നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആ വെയിൽ പോയ ആ ഒരു ഇതുണ്ടായിരുന്നു. അങ്ങനെ ആ നേരം കൊണ്ട് അമ്മൂന് ചോറൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ദമ്മിടാനായി. അപ്പോൾ എന്നെ വിളിച്ചിട്ടോ. കാരണം വീഡിയോ എടുക്കണ്ടോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ വിളിച്ചുകൊണ്ട് വീഡിയോ എടുക്കാൻ പറഞ്ഞു. നമ്മൾ ദമ്മിടാൻ ഒരുങ്ങുകയാണേ. ഇങ്ങനെ ചോറൊക്കെ തട്ടി കൊടുത്തു. പിന്നെ അതിലോട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും അതേപോലെ മറ്റേ പൊടികളും ഇതൊക്കെ ഇട്ടു കേട്ടോ. അങ്ങനെ ഇത് അമ്മ ആക്കി സെറ്റ് ബിരിയാണി ആയിരുന്നു കേട്ടോ. ഒന്നും പറയാനില്ല സത്യത്തിൽ. എനിക്കത് ഓൺ വോയിസ് ആയിട്ട് അപ്പോൾ പറയാൻ പറ്റിയില്ല. കാരണം ഫുഡ് കുറച്ച് നേരം വൈകിയോ ഒക്കെ കഴിച്ചത്. അപ്പോൾ പിന്നെ അതിൻ്റെ ആ ടൈമൊക്കെ ചെറുക്കനും കുറച്ച് ഇതൊക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ ഓൺ വോയിസ് കൊടുത്തില്ല. പക്ഷെ അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ സത്യത്തിൽ. പിന്നെ നമ്മൾ കുറേ നേരം വീണ്ടും കൊലയിൽ പോയിരുന്നു. അങ്ങനെ നേരം കഴിച്ചിട്ടോ സത്യത്തിൽ. പിന്നെ പായസത്തിനെ പറ്റി ഒന്നും പറയല്ല. മറ്റേ ഈ കുൽഫിൻ്റെ ടേസ്റ്റൊക്കെ അല്ല, അങ്ങനത്തെ ഒരു ബിരിയാണി, അങ്ങനത്തെ ഒരു പായസമായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു കേട്ടോ പായസം. നല്ല സെറ്റായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം എനിക്കധികം പായസത്തിൽ സേമിയമോ അല്ലെങ്കിൽ എന്തായാലും അതിൽ ആ പാല് മാത്രം കിടക്കുന്നതാണ് എനിക്കിഷ്ടം കേട്ടോ. അധികം സാധനങ്ങളൊന്നും അതിൽ പാടില്ല. അപ്പോൾ അങ്ങനത്തെ പായസം തന്നെയായിരുന്നു. അടിപൊളിയായിരുന്നു. പിന്നെ അപ്പോഴത്തേന് ബിരിയാണി സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ അത് കൊട്ടുന്നതാണ്. അതിനും എന്നെ വിളിച്ചു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് രാത്രി ആയപ്പോൾ ഫുഡ് കഴിക്കാനിരുന്നു. നല്ല എനിക്കൊന്നും പറയാനില്ല ബിരിയാണിയെക്കുറിച്ച്. നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നല്ല എരിവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയിൽ എല്ലാവരും ഒപ്പമാണ് കഴിക്കുന്നത്. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ചെറുക്കരെല്ലാവരും പപ്പടമൊക്കെ ചോദിച്ച് നടക്കുകയാണ്. പിന്നെ ഒരു മഞ്ചൊക്കെ കഴിച്ച് നമ്മൾ പെട്ടെന്ന് കിടക്കാൻ പോയിട്ടോ. കാരണം പിറ്റേന്ന് രാവിലെ പോകാമെന്നുള്ള മട്ടിലാണ് നമ്മൾ. പക്ഷെ പോയിട്ടില്ല. അതുകൊണ്ട് ആ വീഡിയോയും കൂടി വരുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.